സോ നീറ്റ് 2026 ഈ വരുന്ന മെയ് 3-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്കും 5 മണിക്കിടയിലാണ് നടക്കുന്നത്. അപ്പം ഒരുപാട് നാളത്തെ പ്രിപ്പറേഷന് ശേഷമാണ് ഓരോരുത്തരും ഈ എക്സാമിന് പോകുന്നതെന്ന് സാറിന് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സാം ഏറ്റവും സ്ട്രെസ് ഫ്രീയും റിലാക്സ്ഡും ആയിട്ടും നടക്കാൻ വേണ്ടിയിട്ട് സാർ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പം നീറ്റ് എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. സോ അഡ്മിറ്റ് കാർഡ് കളേർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാം. അപ്പൊ എപ്പോഴും കളർ എടുക്കുന്നതാണ് നല്ലത്, കാരണം ക്ലാരിറ്റി കൂടുതലായിരിക്കും. നൗ 3 A4 സൈസ് സെപ്പറേറ്റ് പേജുകളിലായിട്ടാണ് നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ടത്. കാരണം ഇത്തവണ 3 പേജുകളിലായിട്ടാണ് അഡ്മിറ്റ് കാർഡ് ഉള്ളത്. നൗ ആദ്യത്തെ പേജിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രിന്റഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതെല്ലാം ഈ പേജിൽ വ്യക്തമായിരിക്കും. നൗ ഇത് കൂടാതെ ഒരു ബാർ കോഡും ഒരു QR കോഡും കൂടി ഈ പ്രിന്റിൽ ഉണ്ടാവും. സോ ഈ 2 കോഡുകളും നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നൗ ഇത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഒറിജിനൽ ID പ്രൂഫും കൂടി കയ്യിൽ കരുതണം. ആധാറാണ് പ്രിഫർ ചെയ്യുന്നത്. നൗ ഇതിന്റെ ഫോട്ടോ കോപ്പി അല്ല കൊണ്ടുപോകുന്നതെന്ന് എന്തായാലും ഉറപ്പുവരുത്തുക. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൂടി നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി കയ്യിൽ കരുതണം. ഇനി നിങ്ങൾ നിങ്ങളുടെ നീറ്റ് ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോയുടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് കളർ കോപ്പി കൂടി കയ്യിൽ കരുതാൻ നിർബന്ധമായിട്ട് ഓർക്കുക. PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ സ്ക്രൈബ് എഴുതുന്നവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് മറക്കാതെ കൊണ്ടുപോവുക. സ്മാർട്ട് വാച്ചസ്, മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് ഡിവൈസുകൾ, ബ്ലൂടൂത്ത് ഡിവൈസുകൾ, വാലറ്റ്സ്, ബാഗ്സ്, മെറ്റൽ ഓർണമെന്റ്സ് തുടങ്ങിയ പേഴ്സണൽ തിങ്സ് എല്ലാം ഒഴിവാക്കുക. മതപരമായിട്ടുള്ള ഒന്നും തന്നെ എക്സാം ഹോളിലേക്ക് അനുവദിക്കുന്നതായിരിക്കില്ല. പൂജിച്ച ചരട്, കൊന്ത, താലിമാല മുതലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴിച്ചു വെച്ചിട്ട് വേണം എക്സാം ഹോളിലേക്ക് പ്രവേശിക്കാൻ. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന കുട്ടികൾ, ഉദാഹരണത്തിന് ഹിജാബ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന കുട്ടികൾ റിപ്പോർട്ടിംഗ് ടൈമിന് 1 മണിക്കൂർ മുമ്പായിട്ടെങ്കിലും എക്സാം ഹോളിൽ എത്തിച്ചേരണം. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ വേണം കൊണ്ടുപോകാൻ. ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം എക്സാം ഹോളിലേക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ. നൗ നീറ്റിന്റെ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ പേജിൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണാം. സോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുക. അതോടൊപ്പം കൂടി മിനിമം 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം വെന്യൂവിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. 2 മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, റിപ്പോർട്ടിംഗ് ടൈം 11 മണിയാണ്. 1:30-ക്കാണ് എക്സാം ഹോളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയം. 1:30 മുതൽ 1:45 വരെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ള സമയമാണ്. 1:45-നാണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വിതരണം ചെയ്യുക. 2 മണിക്ക് എക്സാം ആരംഭിക്കും. നെഗറ്റീവ് മാർക്കുള്ള കാര്യം മറക്കരുത്. ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം അടയാളപ്പെടുത്തുക. അപ്പം ഫുൾ കോൺഫിഡന്റ് ആയിട്ട് ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.